ഹലോ മക്കളെ, വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചപ്പയർ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ പച്ചപ്പയർ കറിയൊക്കെയല്ല വെക്കാറുള്ളത്. അപ്പോൾ നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സുഗിയനാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഷിലേക്ക് പോവാം. പച്ചപ്പയറിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോട്ടീൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് പച്ചപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസ് പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4-5 തവണ ഈ പച്ചപ്പയർ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു ഏകദേശം 1 മണിക്കൂർ നമുക്കിത് നല്ലോണം സോക്ക് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി ഒരു 4-5 വിസിൽ വിട്ട് കഴിഞ്ഞാൽ പച്ചപ്പയർ റെഡിയാവും. പച്ചപ്പയർ വേവിക്കാനായിട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം മാത്രം മതി. പച്ചപ്പയർ നല്ലോണം കുഴഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് അത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു 4-5 വിസിൽ വിടുന്നത്. പച്ചപ്പയർ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബാറ്ററിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തതായാലും ശരി വറുക്കാത്തതായാലും ശരി ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും അതേപോലെ തന്നെ കളറിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്വീറ്റ്നെസ് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം സോഡാപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് പൊങ്ങി വരാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് നമുക്ക് പച്ചപ്പയർ റെഡി ആയിട്ടുണ്ടോ നോക്കാം. അങ്ങനെ നമ്മുടെ പച്ചപ്പയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരല്പം വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചപ്പയർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ജാഗരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഉരുക്കിയതാണ്, അത് നമ്മളൊന്ന് അരിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ അതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണത്തിനും ടേസ്റ്റിനും ഒരല്പം ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കിയെടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. നല്ല കട്ടൻ ചായയുടെ കൂടെ 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണിത്. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.